ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മങ്ങാണ്ടി. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് Amazon.in നിന്ന് വാങ്ങിച്ച വാൾ സ്റ്റിക്കറാണ്. ഇതെങ്ങനെ ഒട്ടിക്കാം, എളുപ്പത്തിൽ ഒട്ടിക്കാം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സ്റ്റിക്കർ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് പാക്കായിട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് റോൾ ചെയ്തിട്ടാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് നിവർത്തണം. അതിനുവേണ്ടി നമുക്ക് ഈ പറയുന്ന നമ്മുടെ പാക്കിങ് വന്ന ഈ കാർഡ്ബോർഡ് റോൾ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ വെച്ച് കറക്കാം, തിരിച്ച് കറക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഏകദേശം നിവർന്ന് കിട്ടി. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ നിവർന്ന് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സൈഡും കൂടെ നമുക്ക് റോൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കർ. ഇതാണ് നമ്മൾ വാങ്ങിയ സ്റ്റിക്കർ. ഇത് 2 റോളായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് പല പല ഭാഗങ്ങളിലായിട്ടാണ് സ്റ്റിക്കർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ആദ്യം വളരെ കൺഫ്യൂഷൻ ആവും. ഇത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒട്ടിക്കാൻ പറ്റുമോ? വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ, ഇതാണ് റെഫറൻസ് ഇമേജ്. ഈ റെഫറൻസ് ഇമേജ് തന്നിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഇതിൻ്റെ ഏതാണ്ട് വന്നിട്ട് വീതി 180 സെൻറ്റിമീറ്ററും ഇത് വന്നിട്ട് ഹൈറ്റ് വന്ന് 80 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പറുകൾ കണ്ടോ, 1, 2, 3 എന്നുള്ള ഈ 1 നമ്പർ ഇവിടെ സ്റ്റിക്കറുണ്ട്. ഇത് കണ്ടോ, ഈ സ്റ്റിക്കർ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ പൊസിഷനിലാണ് വോളിൽ ഒട്ടിക്കേണ്ടത്. അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റിക്കർ നമ്മൾ വോളിൽ എത്ര വീതിയും ഹൈറ്റും ഉണ്ടെന്ന് നമ്മൾ വോളിൽ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും അത് ചരിഞ്ഞൊക്കെ പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നമ്മൾ വോളിൽ വീതിയും ഹൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മളത് ഒട്ടിക്കാൻ തുടരും. നമ്മൾ ഇവിടെയാണ് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കണം. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 80 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇവിടെയാണ് 80 സെൻറ്റിമീറ്റേഴ്സ് വരുന്നത്. നമുക്കത് ഇവിടെ ലോക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യണം, നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നോക്കണം. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 140 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. സോ നമുക്ക് നോക്കിക്കളയാം. 140 സെൻറ്റിമീറ്റർ ഇവിടെയാണ് വരുന്നത്. 140 സെൻറ്റിമീറ്റർ ഏകദേശം ഇവിടെയായിട്ട് ഓൾറെഡി മാർക്ക് ചെയ്യും. പിന്നെ ഇവിടെ നിന്നൊരു ഹൈറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രശ്നം തീർന്നു. 80 സെൻറ്റിമീറ്റർ. ഓക്കെ, 80 സെൻറ്റിമീറ്റർ ഇത്രേ ഉള്ളൂ നമ്മുടെ മാർക്ക്. ഇതിനകത്താണ് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. സ്റ്റിക്കർ എടുക്കുന്നതിനെക്കാട്ടും മുമ്പ് നിങ്ങൾ ആദ്യം റെഫറൻസ് ഇമേജ് നോക്കുക. റെഫറൻസ് ഇമേജിനകത്ത് നമ്പർ 1 ആണ് ആ സ്റ്റാർ ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്റ്റാർ അവിടെ നിന്ന് പതുക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് റെഫറൻസ് ഇമേജിൽ കാണിക്കുന്നത് പോലെ ആ പൊസിഷൻസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മളവിടെ ഒട്ടിക്കണം. ഇതുപോലെ നമ്മൾ ഈ ഒട്ടിക്കുന്നത് പോലെ മറ്റ് സ്റ്റിക്കറുകളും റിമൂവ് ചെയ്യുക, എന്നിട്ട് ഒട്ടിക്കുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോസസ്സ്. ഫ്രണ്ട്സ്, വേൾഡ് മാപ്പ് ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. നിങ്ങൾക്ക് വാങ്ങിച്ച് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. ആമസോണിലൊക്കെ ഒരുപാടുണ്ട്, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. വളരെ ചീപ്പാണ്. 186 റുപ്പീസാണ് ഈ വേൾഡ് മാപ്പിൻ്റെ റേറ്റ്. കുറച്ച് ടൈം എടുക്കും ഒട്ടിക്കാൻ, ബട്ട് എങ്കിൽ പോലും നല്ല രസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാൾസിൽ ഇതുപോലെ വാൾ പേപ്പേഴ്സ് ഒട്ടിക്കാം. എന്തായാലും ഇനിയും കാണാം നമുക്ക്.